നിലമ്പൂർ ചാലിയാർപ്പുഴയിൽ കണ്ടെത്തിയ മിൻഹ ഫാത്തിമ എന്ന 14 വയസ്സുകാരിയുടെ മൃതദേഹം മേപ്പാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥന നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ അവിടെ പലയിടങ്ങളിൽ നിന്നായി പല സ്ഥലങ്ങളിലായി മൃതദേഹം സംസ്കരിച്ചിട്ട് ഖബറടക്കിയിട്ടുണ്ട്. മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ 14 മൃതദേഹങ്ങൾ ഖബറടക്കിയിട്ടുണ്ട്. നെല്ലിമുണ്ട ജുമാ മസ്ജിദിൽ 3 മൃതദേഹം ഖബറടക്കിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് ഖബറടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ കാഴ്ചയാണ്. ദുരന്തഭൂമിയിൽ നിന്നും അതിൻ്റെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ ഏറ്റവും ഒടുവിലായും പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ 135 എന്നുള്ള നിലയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. നാളത്തെ തെരച്ചിലിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ പ്രതിസന്ധികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ ഉണ്ടാകും, അത് സംബന്ധിച്ച ആലോചനകൾ എങ്ങനെ ഉണ്ടാകുമെന്നതും പ്രധാനമാണ്. സമീർ ബിൻ കരീം നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ, നേരത്തെ ഒരു കൂടിയാലോചനകൾക്കായി ഒരു യോഗം ചേരണം എന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അത് നടന്നിരുന്നോ? എന്തെങ്കിലും വിവരങ്ങൾ, നാളത്തെ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ സമീർ? റിജിത്ത്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ രാത്രിയിൽ ഈ നാളത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുമെന്നുള്ളതാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. കാരണം ഇന്ന് കണ്ട സാഹചര്യമല്ല ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇന്ന് മഴ ശക്തമാവുകയാണെങ്കിൽ രാവിലെ വീണ്ടും സാഹചര്യം മാറും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആയിരിക്കും ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഈ മന്ത്രിമാരടങ്ങുന്ന സംഘം ചേർന്നുകൊണ്ട്, ഒപ്പം ഈ സൈന്യം ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാളെ പുലർച്ചയോട് കൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് അതിവേഗത്തിൽ തന്നെ ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പ്രധാന പ്രയോറിറ്റി നൽകുക എന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകരും എല്ലാവരും നമ്മളുമായി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. വളരെ വേഗത്തിൽ മേപ്പാടി വിംസ് ആശുപത്രിയിലായിരിക്കും പ്രധാനമായും ഈ പരിക്കുള്ളവരെ എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് പ്രധാനമായും കൂടുതലായും ഈ മേപ്പാടി CHCയിലേക്കും എത്തിക്കും. അങ്ങനെയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു രൂപരേഖ എന്നുള്ളതാണ്. സ്വാഭാവികമായും രാവിലെയും എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തന രീതി തന്നെയായിരിക്കും നിലവിൽ പ്രധാനമായും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വലിയ ശക്തമായൊരു മഴ ഈ മേഖലയിൽ ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്, ശുഭകരമാണ്. കാരണം രാവിലത്തെ രക്ഷാപ്രവർത്തനത്തെ ഊർജിതമാക്കാൻ അല്ലെങ്കിൽ അത് കൂടുതൽ സഹായകമാക്കാനും ത്വരിതപ്പെടുത്താനും സഹായിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ മേഖലയിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. നാളെ രാവിലെയോട് കൂടി കൂടുതൽ രക്ഷാപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ, കൂടുതൽ സൈന്യം ഉൾപ്പെടെയുള്ള എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടുകൂടി സ്വാഭാവികമായും രാവിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഊർജ്ജം കൂടുതൽ ശക്തമാകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എത്രത്തോളം മാരക പ്രഹരശേഷിയുള്ള ഉരുൾപൊട്ടലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകളാണ് വരുന്നത്. അതായത് ഈ മുണ്ടക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരത്തുള്ള ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയ മിൻഹ ഫാത്തിമ എന്ന 14-കാരിയുടെ മൃതദേഹം ഇപ്പോൾ മേപ്പാടിലേക്ക് എത്തിക്കുന്നു. മിൻഹയുടെ വീട്ടിൽ മിൻഹയോടൊപ്പം കിടന്നിരുന്ന മാതാവിൻ്റെ മൃതദേഹം മുണ്ടക്കൈ ഭാഗത്തു നിന്ന് കിട്ടുന്നു. അപ്പോൾ അത് എത്രത്തോളം കിലോമീറ്ററുകൾ മിൻഹ വഹിച്ചുകൊണ്ട് ജലപ്രവാഹം നിലമ്പൂരിൽ എത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര എക്സ്ട്രീം ആയിരുന്നു ആ പ്രളയം അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടൽ നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ അഭിജിത്ത് പുഴക്കുന്നോട് ചേരുന്നു. അഭിജിത്ത്, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം എക്സ്ട്രീമായ ഒരു ഉരുൾപൊട്ടൽ, കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാർ പുഴയിലടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മണിക്കൂറുകളോളം, അതായത് ഈ വാർത്ത കേട്ട ഉടൻ മുതൽ ഈ ചുരൽമല മുണ്ടക്കൈ ഭാഗത്തുള്ള കുടുംബങ്ങളെ പലരും വിളിക്കുന്നുണ്ടാകും. ഈ വൈദ്യുതി അടക്കമില്ലാത്തതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു വിവരവും ലഭിക്കാത്തതിനാൽ വയനാട്ടിലേക്ക്, മേപ്പാടിയിലേക്ക്, ചുരൽമല ഭാഗത്തേക്ക് ഇതര ജില്ലകളിൽ നിന്നടക്കം വരുന്നവരുണ്ട്. ഇവരെല്ലാം ആശുപത്രികളിലേക്കും ഈ ക്യാമ്പുകളിലേക്കുമുള്ള ഓട്ടപ്പാച്ചിലാണ്. അവരുടെ പ്രിയപ്പെട്ടവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന വാർത്ത അറിയാൻ. അതിനോടൊപ്പം നിലമ്പൂരും ചില മൃതദേഹങ്ങളുണ്ട് എന്നത് ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇവിടെ ഇല്ലാത്തവർ അവിടെ ഉണ്ടാകുമെന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. ഈ നിലമ്പൂരിൽ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, ആരൊക്കെയാണെന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തു വരുന്നില്ല. ഇതെല്ലാം ഏകോപിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഈ മലപ്പുറത്തൊന്നും കോഴിക്കോട് നടക്കം പ്രിയപ്പെട്ടവരുണ്ടോ എന്നറിയാൻ മേപ്പാടി അടക്കം എത്തുന്നവർ വീണ്ടും നിലമ്പൂരിലേക്ക് പോകുന്നത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അത്തരത്തിൽ ഇതിനൊരു ഏകോപന സ്വഭാവം ഉണ്ടാക്കാൻ എന്തെങ്കിലും സംവിധാനം അവിടെ ഒരുക്കുന്നുണ്ടോ?
തീർച്ചയായും സുഹൈൽ, ആ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആരൊക്കെ ഏതൊക്കെ ആശുപത്രികളിലാണ് ഉള്ള ഒരു അന്വേഷണം തന്നെയാണ് നിലവിൽ പലരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുൾപ്പെടെ ആശുപത്രികളിലേക്കുൾപ്പെടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ചെത്തുന്ന കാഴ്ച നമ്മൾ നേരത്തെയും കണ്ടതാണ്. അല്പം തൊട്ട് മുൻപ് വരെ ഒരാൾ തൻ്റെ സുഹൃത്തിനെയും സുഹൃത്തിൻ്റെ ഭാര്യയെയും തേടിയുള്ള ഒരു യാത്ര, അത് അദ്ദേഹം പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും കയറിയിറങ്ങി, വിംസ് ആശുപത്രിയിൽ കയറിയിറങ്ങി, PHCയിൽ കയറിയിറങ്ങി. അദ്ദേഹം അന്വേഷിക്കുന്നത് എവിടെയെങ്കിലും തൻ്റെ സുഹൃത്തുണ്ടോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കിലോമീറ്ററുകളോളം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകളോളം ഒഴുകിയാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത്. അതിനാൽ തന്നെ അത് ഈ ദുരന്തത്തിൻ്റെ, ഈ ഉണ്ടായ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യം നിസ്സംശയം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആ ഒരു വിവരമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സുഹൈൽ ചോദിച്ചതുപോലെ തന്നെ ആ കാര്യത്തിൽ ഒരാശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലമ്പൂരിൽ എത്ര പേർ ഉണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. ഈ ചൂരൽമലയിലൊക്കെ നമ്മൾ അറിഞ്ഞതനുസരിച്ച് ഈ വെള്ളാർമലയൊക്കെ കഴിഞ്ഞ ഈ മഴക്കെടുതിയുടെ സമയത്തൊക്കെ കൂടുതൽ പേരെ ഈ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ഇവിടെ പോയിരുന്നു. ആ പ്രദേശത്തെ ഒരു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആശങ്കകളൊക്കെ അദ്ദേഹം ഇന്നലെ പങ്കുവച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ ആ വെള്ളാർമല സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിനോട് ചേർന്ന് ചെറിയ രീതിയിൽ ഒഴുകിയിരുന്ന ഈ ചൂരൽമല പുഴയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക എത്രത്തോളം ഭയാനകമാണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ്. കാരണം ഒരു പുഴ അപ്പാടെ ഗതിമാറി ഒഴുകിയിരിക്കുന്നു. ഈ വെള്ളാർമല സ്കൂളിൻ്റെ താഴെയുള്ള നിലകളിൽ, 3 നിലകളിൽ 2 നിലകളിലും ചളി കയറിയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയെ ആകെ, ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ജിയോഗ്രഫിയെ ആകെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു അപകടം, അത്ര വ്യാപ്തിയുള്ളൊരു ദുരന്തമാണ് അവിടെ നടന്നത് എന്ന് പറയാതെ വയ്യ. ഈ മുണ്ടക്കൈ മേഖലയിലും ഒപ്പം തന്നെ ചൂരൽമല മേഖലയിലും ഈ കണക്കിന് 100-ലധികം വീടുകളാണ്, 100 കണക്കിന് വീടുകളാണ് ഈ ദുരന്തത്തിൽ നശിച്ചത്, തകർക്കപ്പെട്ടത്, ആ രീതിയിലുള്ള അപകടത്തിന് വിധേയമായത്. അതിനാൽ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര അധികമാകും എന്നുള്ളൊരു കാര്യത്തിൽ നിലവിൽ നമുക്ക് ആ രീതിയിലുള്ളൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. നാളെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ആ രീതിയിൽ അതിനൊരു വ്യക്തത കൈവരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈയിലേക്ക് നാളെ സൈന്യം എത്തും, ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തും. അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ, കൂടുതൽ മേഖലകളിൽ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നാണ് അല്പം മുൻപ് ഈ രക്ഷാപ്രവർത്തന സംഘത്തിലുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു മേഖലകളിൽ, ഈ ചൂരൽമലയുടെ മറ്റു മേഖലകളിലൊപ്പം തന്നെ എട്ടൽമലയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. മഴയുൾപ്പെടെയുള്ള ഒരു പ്രശ്നം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ എത്തിച്ചേരുക, അവിടെ എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പലയിടങ്ങളിലും കിടങ്ങുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചൂരൽമല പുഴ കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ രക്ഷാപ്രവർത്തന സംഘത്തിന് പല മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ.